മിൽക്കി മീസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ കുറച്ച് നാളായിട്ട് നമ്മൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? കുറച്ച് ദിവസമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു നോൺ വെജ് വിഭവം തന്നെ ആകാം. അതായത് ചിക്കനാണ് എല്ലാവരും കൂടുതലായിട്ട് കഴിക്കുന്നൊരു കാര്യം. അതായത് ഇപ്പോൾ ഫിഷ് കഴിക്കും, മത്സ്യം കൊണ്ടുള്ള വിഭവങ്ങളും കോമൺ ആയിട്ട് കഴിക്കുന്ന കാര്യമാണ്. എങ്കിലും ഇറച്ചിയുടെ ഒരു കാറ്റഗറി വരുമ്പോൾ മട്ടണും ബീഫും ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാട്ടിലും കൂടുതൽ കൺസംഷൻ വരുന്നത് കൂടുതലായിട്ടും കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർ കഴിക്കുന്ന കാര്യം ചിക്കൻ തന്നെയാണ്. ചിക്കനിൽ തന്നെ എത്ര വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ മാജിക് അവനിലൂടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. എങ്കിലും ഒരിക്കലും തീരുന്നില്ലല്ലോ. പാചക പരീക്ഷണങ്ങൾ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല നാടൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി നമുക്ക് നാടൻ വിഭവങ്ങൾ വീണ്ടും വീണ്ടും വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് മാജിക് അവനിലൂടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈലിലെ ഒരു ചിക്കനാണ്. ഇത് ചിക്കൻ വരട്ടിയത്. അപ്പോൾ ചിക്കൻ വരട്ടിയത് നാടൻ സ്റ്റൈൽ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വരട്ടിയത് നാടൻ രുചിയിൽ. ചേരുവകൾ: ചിക്കൻ 1.5 കിലോയുടെ ഒരു കോഴി 30 കഷ്ണങ്ങളായി മുറിച്ചത്, വെളിച്ചെണ്ണ 1/2 കപ്പ്, സവാള 5 ഇടത്തരം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ടൊമാറ്റോ 2 വലുത് അരച്ച പ്യൂറിയാക്കി എടുത്തത്, ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം, നല്ല ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം എരിവിനനുസരിച്ചിട്ട്, ഉപ്പ് പാകത്തിന്, പുതിന ഇല 1/2 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, ഓൾ സ്പൈസസ് അഥവാ സർവ്വസുഗന്ധിയുടെ ഇല 4 എണ്ണം, ബേ ലീഫ് 1 എണ്ണം വലുത്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് നാടൻ സ്റ്റൈൽ തുടങ്ങാം. അപ്പോൾ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇത് 1.5 കിലോയുടെ ഒരു കോഴി, 1.5 കിലോയുടെ ഫ്ലഷാണ്. 2 കിലോയിൽ കൂടുതൽ വെയിറ്റുള്ളൊരു കോഴി, അതിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 1.5 കിലോയുടെ മാംസം ഉണ്ടാകും. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായി കഴിഞ്ഞു. ആദ്യത്തെ ജോലി എന്ന് പറയണത് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പോളം ഒഴിക്കുക. 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളി വറുത്ത് കോരണം. അപ്പോൾ ഇത് വലിയ സൈസ്, അതായത് വലിയ സവാള 4 എണ്ണം ഉണ്ട്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കാം. സാധാരണ ബിരിയാണിക്കൊക്കെ വറുത്ത് വരില്ലേ, ഏതാണ്ട് അത്രയെന്ന് പറയാം. ഓൾമോസ്റ്റ് അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കാം. ഇതിന് വാടി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങും. അപ്പോൾ ആ എണ്ണയിൽ കടന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും. നമ്മൾ ചിക്കൻ ഒരു ദം സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ വറുത്തൊക്കെ ഉള്ളി ചേർത്തിട്ട് ചെയ്യാറുണ്ട്. ഏതാണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അത് നോർത്ത് ഇന്ത്യൻ, ഇത് നമ്മൾ സൗത്ത് ഇന്ത്യൻ നാടൻ. നമ്മുടെ ഉള്ളിയെല്ലാം ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങി. ഇനി എണ്ണയിൽ നിന്നും മാറ്റി തുടങ്ങാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ലോട്ട് ഓൾമോസ്റ്റ് റെഡി. ഇനി ബാക്കിയിരിക്കുന്ന ഉള്ളിയും കൂടി ഇതുപോലെ വറുത്ത് മാറ്റാം. ആ സെയിം എണ്ണയിൽ തന്നെ ഇട്ടാൽ മതി. അതേ എണ്ണ ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ബാക്കി ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഉള്ളി ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ എണ്ണ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ റീറ്റെയിൻ ചെയ്യുക. ഇതിനകത്ത് വെച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. ആദ്യം 2 കാര്യങ്ങളാണ്. അതായത് ബേ ലീഫ്. എണ്ണ വീണ്ടും ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ ബേ ലീഫിൻ്റെ ഒരു പീസ് മുറിച്ചിടുന്നു. ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് മീൻസ് ചോപ്പ് ചെയ്ത് വെറുതെ. അതോടൊപ്പം ഓൾ സ്പൈസിൻ്റെ ഇല. ഇത് നമ്മുടെ ഗാർഡനിൽ നിന്നും പറിച്ചതാണ്. ഓൾ സ്പൈസ് അറിയാലോ, സർവ്വസുഗന്ധി. എല്ലാ സ്പൈസസിൻ്റെയും കൂടി മണം കിട്ടുന്ന ഇലയാണ്. അതൊരു 2 എണ്ണം കിടക്കട്ടെ. ഓക്കേ, സർവ്വസുഗന്ധിയും ചേർക്കുന്നു.
എല്ലാം കൂടി ഒരു നല്ലൊരു ഫ്ലേവർ വരും. അങ്ങനെ ബേ ലീഫിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിന 2 തണ്ടോളം ഇടുന്നു. കുറച്ച് മല്ലിയില, ഇതെല്ലാം ആദ്യമേ ഞാൻ ഇടുകയാണ്. പക്കാ നാടൻ സ്റ്റൈലാണെങ്കിലും മല്ലിയില പുതിനയിലൊന്നും വരില്ല. പണ്ടത്തെ കാലത്തൊന്നും മല്ലിയിലും പുതിനയിലും അങ്ങനെ ഇട്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കറിവേപ്പില ഇട്ടാൽ മതി. ഓക്കെ, ഇത് ചെറിയൊരു ഇമ്പ്രവൈസേഷനാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു മണം ഇൻഫ്യൂസ്ഡായിട്ട് വരും. ഇനി ഇതിലേക്കാണ് നമ്മുടെ ചിക്കൻ്റെ പീസസ് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ 1.5 കിലോ ഉണ്ട്. ഒരു 1.5 കിലോയെ ഞാനൊരു 30 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് എണ്ണയിൽ, ഇതിപ്പോൾ ഉള്ളി വറുത്ത എണ്ണയാണ്, അപ്പോൾ ആ ഉള്ളിയുടെ ഒരു സ്വാദം കൂടി ഇറങ്ങിയ എണ്ണയായിരിക്കും. അതൊരു പ്രത്യേക ഫ്ലേവറാണല്ലോ, ഉള്ളിയുടെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ചിക്കൻ വറട്ടിയതാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വറട്ടലും വഴറ്റലും ഒക്കെ കൂടുതലായിട്ട് ചെയ്യണം. ഇനി ഈ ചിക്കനിലേക്ക് കൊച്ചുള്ളി ചതച്ചത്, ഒരു 10 വലിയ കൊച്ചുള്ളിയായിരുന്നു. കൊച്ചുള്ളി തീരെ ചെറുതല്ല, കുറച്ച് വലുതായിരുന്നു. അത് കാരണം ഇത്രയും കിട്ടി. ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം കൊച്ചുള്ളി ചതച്ചത്. അതുപോലെ വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നു. ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കുന്നു. 3 കാര്യങ്ങളും ചേർക്കും. അപ്പോൾ എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ആഹാ, നല്ല മണം, നല്ല മണം. ഇതൊക്കെ ഇടുമ്പോൾ തന്നെ എന്താ മണം എന്നറിയാം. ഇതെല്ലാം കൂടി കിടന്ന് മൊരിയട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം, ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതലായി ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഞ്ചി അതിൻ്റെ പച്ചച്ചുവ മാറി, വെളുത്തുള്ളിയുടേത് മാറി, കൊച്ചുള്ളി എല്ലാം നല്ലതായിട്ട് ഇതിൻ്റെ കൂടെ ബ്ലെൻഡായി. ഇനി നമ്മളിതിലേക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ ചേർക്കാൻ പോകും. ഇനിയാണ് പൊടികൾ ചേർക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറും. ആഹാ, ഇപ്പം നല്ല വെളുവിളാന്നിരിക്കുന്നു. അതെല്ലാം മാറി നല്ലൊരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറിലേക്ക് വരും. ഗ്ലാമറാണ്. മുക്കാൽ ടീസ്പൂൺ വരെ ആകാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. കഷ്ണങ്ങളിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ്. എല്ലാം കൂടി കിടന്നിങ്ങനെ വഴണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനിയാണ് നമ്മളിതിലേക്ക് പൊടികൾ ബാക്കി. മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി എരിവനുസരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. അതുപോലെ മല്ലിപ്പൊടി സെയിം ക്വാണ്ടിറ്റി 1.5 ടേബിൾ സ്പൂൺ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കുറച്ച് ജീരകപ്പൊടി, നമ്മുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ ഗരം മസാല പൗഡർ, അതെല്ലാ കാര്യങ്ങളും വരുമല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം എല്ലാം കൂടി ചേർന്ന്, അതും ഇപ്പോൾ ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ അവസാനം കുറച്ച് ചേർക്കാം. ഈ ചേർത്ത കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യും. ചിക്കൻ്റെ പീസസിലെല്ലാം ഒന്ന് പിടിച്ച് അതെല്ലാം ഒന്ന് മൂക്കട്ടെ. വഴറ്റിക്കൊണ്ടേയിരിക്കുക. മുളക് പൊടിയൊക്കെ ഒരു അളവനുസരിച്ചിട്ടാണ്, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. എരിവ് വേണം അനുസരിച്ച്. അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് ഒരു 1/2 ടീസ്പൂൺ എന്നുള്ളത് 1 ടീസ്പൂൺ വരെ ആകാം.
ഇനി എല്ലാം കൂടി കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഒരു മൂത്ത മണമൊക്കെ വരും, പച്ചച്ചുവയൊക്കെ മാറി. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പം മസാലയിലൊക്കെ കിടന്നിങ്ങനെ ചിക്കൻ ഇങ്ങനെ കുഴഞ്ഞ് വരുന്നു, നല്ല മണം. ആഹാ, എല്ലാം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, മൂത്ത് തുടങ്ങി. ഇനി ഇത് 2 വലിയ ടൊമാറ്റോ അരച്ചതാണ്, അതും കൂടി ചേർക്കാം. ഈ ടൊമാറ്റോയും കൂടി ഇതിനകത്ത് കിടന്നിട്ട് വഴണ്ട് നല്ലതായിട്ട് മൊരിഞ്ഞ് വരും. ഇനി ഇതെല്ലാം കൂടി കിടന്ന് വേഗട്ടെ, വെന്ത് സെറ്റാകും. അതുവരെ ഇതൊന്ന് അടച്ചിടും. ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം, ടൊമാറ്റോയുടെ ഒരു അരച്ചത്, അതിൻ്റെ ഒരു പ്യൂരി എല്ലാം കൂടി കിടന്ന് തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ചേർന്ന കാര്യങ്ങളെല്ലാം കൂടി കിടന്ന് ചിക്കൻ ഒന്ന് വെന്ത് സെറ്റായി വരും. പാത്രം അടച്ചിട്ടു, വെള്ളമൊന്നും ചേർക്കണ്ട, അതൊന്ന് ടൈറ്റായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. അടപ്പ് തുറന്ന് നോക്കാം. ആഹാ, നല്ല മണം, നല്ല മണം. അതായത് നോക്കിക്കോളൂ, ഈ ചാറെന്ന് പറഞ്ഞാൽ ചിക്കനിൽ നിന്നിറങ്ങിയ അതിൻ്റെ സ്റ്റോക്കും ടൊമാറ്റോ നമ്മൾ അരച്ച് ചേർത്തതും എല്ലാം കൂടിയാണ്. ഇനി ഇത് നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് കിടന്നത്. കഷ്ണങ്ങളൊക്കെ ഏതാണ്ടൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഫ്ലെയിം കൂട്ടിയിടും, ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റുന്നു. ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. വീണ്ടും ഈ ഒരു സ്റ്റേജിൽ 2-3 കാര്യങ്ങളും കൂടി ചേർക്കാം. പ്രധാനമായിട്ട് കസൂരി മേത്തി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. കസൂരി മേത്തി ഇലയുടെ ഫോമിലാണ് കിട്ടുന്നത്, ഉണങ്ങിയ ഇല, ഡ്രൈഡ്. അതിനെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും, പൗഡർ ഫോമിൽ. ഇനി ഇലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡ്രൈഡ് ലീവ്സ്. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കും. ഇലയാണ് ചേർക്കുന്നതെങ്കിൽ 1-1.5 ടേബിൾ സ്പൂണോളം ചേർക്കണം. ഇതിപ്പോൾ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ നിന്ന് ഒരു ചെറിയൊരു നോർത്തിൻ്റെ ടേസ്റ്റിലേക്ക് കയറും കസൂരി മേത്തി. ഇനി പക്ക സൗത്ത് ഇന്ത്യൻ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ഒഴിവാക്കുക. ഇനി ഒരൽപ്പം ഗരം മസാല പൊടിയും കൂടി എക്സ്ട്രാ 1/2 ടീസ്പൂണേ ചേർത്തുള്ളൂ. ഇനി വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ചേർക്കും. കറിവേപ്പില, അത് നമ്മുടെ സൗത്ത് തന്നെയാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു ഫ്യൂഷനായിക്കൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണെങ്കിൽ കസൂരി മേത്തി വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ടൈറ്റായി വരുന്നു. ചാറൊക്കെ ഇങ്ങനെ വറ്റി കുഴമ്പ് പാകത്തിന് വറട്ടിയതാണ്, വരണ്ടുകൊണ്ടിരിക്കുവാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഈ ഒരു സ്റ്റേജിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാര്യം ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഇപ്പോൾ വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 വരെ ആകാം, മീഡിയം സൈസ് ആണെങ്കിൽ. സവാള ഇതും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ആകുന്നത്. കണ്ടില്ലേ? വാവ്. നന്നായിട്ട് മിക്സ് ചെയ്തു. ചിക്കൻ വറട്ടിയത് റെഡി ആയിക്കൊണ്ടിരിക്കും. വരണ്ട് വരുന്നു. ടൈറ്റായി കുഴഞ്ഞ പാകം. ആ ഉള്ളിയിലും വെളിച്ചെണ്ണയിലാണല്ലോ വറുത്ത, അപ്പോൾ ആ ഒരു മണവും രുചിയെല്ലാം എന്തായാലും ഉണ്ടാവുമല്ലോ. ഉള്ളി വറുത്ത എണ്ണയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ കിടക്കട്ടെ. തീ വീണ്ടും ഞാൻ കുറയ്ക്കുന്നു. എണ്ണയൊക്കെ കുറച്ചുകൂടി ഒന്ന് തെളിഞ്ഞ് നല്ല വരണ്ട പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്യും. അപ്പോൾ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം കിടന്നത് നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മല്ലിയില, കുറച്ച് കൂടുതലായിട്ടതാണ്. ഏതാണ്ട് ഞാൻ ഒരു കപ്പോളം മല്ലിയില എടുത്ത് വെച്ചിരുന്നു. ആദ്യത്തെ സ്റ്റേജിൽ ഇട്ടു, ഇപ്പോൾ വീണ്ടും ഇടുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഓൾ സ്പൈസിൻ്റെ 2 ഇലയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രഷായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രം ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. ഇതിൽ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആയിട്ട് വരും.
പാത്രം ഒന്ന് അടച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ചൂടിൽ കടന്നിട്ട് അതൊന്ന് വാടിക്കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഒരു മണമൊക്കെ കിട്ടും. അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും 5 മിനിറ്റ് സമയം അടച്ചിട്ടിരുന്നു. നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി. നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് എന്താ മണം! നല്ല ഒന്നാം തരം മണം. യെസ്. ചില കാര്യങ്ങൾ മണം കൊണ്ട് നമുക്ക് രുചി അറിയാമെന്ന് പറയില്ല, അതുപോലെയാണ് ചില വിഭവങ്ങൾ. ഇനി ഇത് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഒരു നാടൻ സ്റ്റൈലിൽ റെഡിയായി കഴിഞ്ഞു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ്, ഗംഭീരമാണ്. ഈ ചിക്കൻ വരട്ടിയതിൻ്റെ രുചി എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളിതുണ്ടാക്കി സ്വാദ് നോക്കുക. ഓക്കെ, നമ്മുടെ ഒരു കറിവേപ്പില ഇരിക്കട്ടെ, ഒരു അലങ്കാരമായിട്ട് മതി. ഓക്കെ, അങ്ങനെ ഗംഭീരമായ ഒരു ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ കോമ്പിനേഷൻ എക്സലൻറ്റ്. ചപ്പാത്തി, പറാട്ടാസ്, പുട്ട് അടിപൊളിയായിരിക്കും. പിന്നെന്താ, പുട്ട്, ആപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ അതുപോലെ വേണമെങ്കിൽ കപ്പ വേവിച്ചില്ലേ, കപ്പ ഇങ്ങനെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് നല്ല വേകുന്ന കപ്പ, അതിൻ്റെ കൂടെ ആണെങ്കിലും ഗംഭീരമായിരിക്കും. പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച നമ്മുടെ ചിക്കൻ വരട്ടിയത് തനി നാടൻ, ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.